ഹലോ ഗായ്സ്, ഈവനിങ് ഡിന്നർ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. ഞാനിത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തത്. സൂപ്പറായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഡിഷാണേ. അപ്പോൾ ഇത് കഴിക്കുമ്പം തന്നെ നമ്മളിങ്ങനെ ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചവയ്ക്കുമ്പോൾ തന്നെ കറുമുറ സൗണ്ട് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടാർ ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ എല്ലാവരെയും നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് റവ എടുക്കാവുന്നതാണ്. ആ ഒരു കപ്പിൽ തന്നെ മെഷർ ചെയ്തെടുക്കണമെന്ന് മാത്രം. നമ്മൾ അത്രയും എമൗണ്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ച് തരിയായിട്ടല്ലേ ഇരിക്കുന്നത്, സോ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ടുന്നതാണ് ഉരുളക്കിഴങ്ങ്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഈ ഒരു വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ 1 ഗ്ലാസ് വെള്ളം ടോട്ടലി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തത്, സോ 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. ബാക്കി വെള്ളവും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ നല്ല പേസ്റ്റ് ഫോമിലാക്കിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ, ഒത്തിരി അങ്ങ് കട്ടിയായി പോകണ്ട. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സോഡാപ്പൊടി മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് അടച്ചു വെച്ച് വെക്കണേ. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്തു. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുളക് പൊടിയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല, അതിൻ്റെ പേരിലാണ് 5 പച്ചമുളക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും എരിവ് പൊതുവെ ഇഷ്ടമാണ്, സോ അതിൻ്റെ പേരിലാണ് 5 എണ്ണം ഇട്ട് കൊടുത്തത്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ വഴണ്ട് വരണം കേട്ടോ. അതുവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊന്ന് തണുക്കട്ടെ. തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും പച്ചമുളകും മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഈ ഒരു വലിപ്പത്തിന് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട കേട്ടോ. ചെറിയ തരിയൊക്കെ വേണം, അപ്പോഴാണ് ടേസ്റ്റ്. നമുക്ക് അടിച്ചിട്ട് വരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. കണ്ടോ, ഈ ഒരു തിക്നെസ്സോടെ
ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട കേട്ടോ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അതിലോട്ട് സവോള, ഞാനിവിടെ ചെറിയ സവോള 2 എണ്ണമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേണ്ടുന്നതാണ് തക്കാളി. നിങ്ങൾക്കിതിലേക്ക് ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാവേ. നമുക്ക് മല്ലിയില വേണമെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ക്യാരറ്റോ ക്യാപ്സിക്കം ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ബൺദോശ ഉണ്ടാക്കാനായിട്ട് കുഴുവുള്ള അപ്പച്ചട്ടിയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ഇതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. എല്ലാ ഭാഗത്തും ഓയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ആ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പൊ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കേണ്ടത്. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പൊ അതൊന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഇതിപ്പോ ആ മാവ് നല്ലതുപോലെ വെന്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ മറിച്ചിട്ടപ്പോ ആ മാവ് വന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നല്ലതുപോലെ വെന്ത് വന്നിട്ടാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോ അങ്ങനെ ഒന്നാമത്തത് റെഡിയായിരിക്കുകയാണ്. അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിതിലേക്ക് മാവ് കോരി അടച്ചു വെക്കാം. അടുത്തതും ഇവിടെ സെറ്റായിരിക്കുകയാണ്. കണ്ടോ, ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല പഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ റവ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ സ്റ്റാറാവും കേട്ടോ. ഞാൻ സ്റ്റാറായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെയുള്ള ആ ഒരു ചമ്മന്തിയുടെ കോമ്പിനേഷൻ അത് വെച്ച് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് സെറ്റ്. സോ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ ആ സൗണ്ട്, ആ ഒരു ക്രിസ്പിനെസ് ആ സൗണ്ടിൽ തന്നെ അറിയാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഡിന്നറായിട്ടോ ഒക്കെ സൂപ്പറായിട്ടുള്ള ഐറ്റം. സോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.